10-ാം ദിവസവും ഇറാന് നേരെ അമേരിക്കയുടെ വ്യാപക ആക്രമണം. പല മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടും ആക്രമണം നടത്തി എന്ന് സെൻകോൺ അഭിപ്രായപ്പെടുകയും ചെയ്തു. എന്നാൽ മാരക തിരിച്ചടി ഇറാൻ്റെ മേഖലയിൽ നിന്ന് ഉണ്ടായി എന്നുള്ളതും അമേരിക്ക തന്നെ സ്ഥിരപ്പെടുത്തുന്നു എന്നുള്ളതാണ്. മിസൈൽ ഡ്രോണുകൾ വിക്ഷേപിക്കുന്ന കേന്ദ്രങ്ങളും നാവിക മേഖലയും വ്യോമ പ്രതിരോധ മേഖലയും അതിന് നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട സംവിധാനങ്ങളും തങ്ങൾ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് അമേരിക്ക പറയുന്നത്. എന്നാൽ തിരിച്ചടി കുവൈറ്റിനും ബഹ്റൈനും അതോടൊപ്പം തന്നെ ജോർദാനും നേരെ നടന്നതായിരിക്കുന്ന റിപ്പോർട്ട് പുറത്തു വന്നു. ഇറാൻ്റെ വിദേശകാര്യ മന്ത്രിയുമായിട്ട് ബന്ധപ്പെട്ട വിദേശകാര്യ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട് സൗദിയിൽ നിന്ന് പുതിയ റിപ്പോർട്ട് പുറത്തു വരുന്നത് ഇറാനുമായിട്ടുള്ള നയതന്ത്ര ബന്ധം വിച്ഛേദിക്കുകയാണ് എന്നുള്ളതാണ്. അവരുടെ അറ്റാഷെ രാജ്യത്തു നിന്ന് പുറത്തു പോകണം എന്ന് സൗദി അറേബ്യ പറയുകയും ചെയ്തു. അപ്പം നയതന്ത്ര ബന്ധം മുറിഞ്ഞു പോകുന്ന രീതിയിലേക്ക് ഇറാനും സൗദി അറേബ്യയും തമ്മിൽ എത്തിയിരിക്കുന്നു എന്നതിൻ്റെ സൂചനയാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത്. 2023 കാലത്താണ് സൗദി അറേബ്യയും ഇറാനും തമ്മിൽ പതിറ്റാണ്ടുകൾ പഴക്കമുള്ള വിഷയപ്രശ്നങ്ങൾ അവസാനിപ്പിച്ചുകൊണ്ട് ഒന്നു ചേരാൻ വേണ്ടിയിട്ട് ചൈനയുടെ മധ്യസ്ഥതയിൽ തീരുമാനിച്ചത്. പിന്നീട് വലിയ സൗഹൃദ ബന്ധമായിരുന്നു. 3 പ്രാവശ്യമെങ്കിലും ഇറാൻ്റെ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി സൗദി അറേബ്യ സന്ദർശിക്കുകയും സൗദി അറേബ്യയുടെ വിദേശകാര്യമന്ത്രി ഇറാൻ സന്ദർശിക്കുകയും ചെയ്തു. അതൊക്കെ പതിറ്റാണ്ടുകൾക്ക് ശേഷം നടന്ന വലിയ സംഭവമായിട്ട് തന്നെയാണ് വിശദീകരിക്കുന്നത്. മാത്രമല്ല, കൊല്ലപ്പെട്ട ആയത്തുള്ള അലി ഖംനായുമായി നേരിട്ട് സംഭാഷണം സൗദി അറേബ്യയുടെ ഒരു ഔദ്യോഗിക പ്രതിനിധി സംഘം നടത്തി എന്ന് പറയുന്നത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. അങ്ങനെ സംഭവം ഉണ്ടാവാറില്ല. അവസരം ഇറാൻ ഉണ്ടാക്കാറില്ല, അവസരം കിട്ടണമെന്ന് സൗദി അറേബ്യ പറയാറില്ല. ഇപ്പോൾ ഇറാൻ്റെ തിരിച്ചടിയുമായിട്ട് ബന്ധപ്പെട്ട് കിങ് ഹുസൈൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് ജോർദാനിലുള്ളത് ആക്രമിച്ചു. ആക്രമണത്തിലുള്ള നാശനഷ്ടങ്ങൾ എത്രയെന്ന് ഇപ്പോഴും വിലയിരുത്തിയിട്ടില്ല എന്നുള്ള വലിയ തീപിടുത്തങ്ങൾ ഉണ്ടായി എന്നൊക്കെ പറയുന്നു. അപ്പോൾ ജോർദാനിലെ ഇൻ്റർനാഷണൽ എയർപോർട്ട് ഇറാൻ ആക്രമിക്കുന്നത് ഇതാദ്യമായിട്ടാണ്. ഇതിനു മുമ്പ് അങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഈ ജോർദാനിലുള്ള അമേരിക്കയുടെ സൈനിക ബേസ് കേന്ദ്രീകരിച്ചുകൊണ്ട് പല ഘട്ടങ്ങളിലും ഇറാൻ്റെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ നഷ്ടങ്ങളും അവർ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. പക്ഷേ ഇവിടെ അവരുടെ എയർപോർട്ട് തന്നെ ആക്രമിച്ചത് ഏത് തരത്തിലാണ് എന്നതിനെക്കുറിച്ച് ഒരു വിശദീകരണ കുറിപ്പിൻ്റെ ഭാഗം കാണുന്നത് ഇങ്ങനെയാണ്. അമേരിക്ക കൈകാര്യം ചെയ്യുന്ന ജോർദാനിലുള്ള സൈനിക ബേസിൽ നിന്ന് വ്യത്യസ്തമായി ജോർദാൻ ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണത്തിലുള്ള എയർപോർട്ട് കേന്ദ്രീകരിച്ചുകൊണ്ട് അമേരിക്ക വൻതോതിൽ ആയുധങ്ങൾ ശേഖരിക്കുകയും അവരുടെ യുദ്ധവിമാനങ്ങൾ പാർക്ക് ചെയ്യുകയും ചെയ്യുന്നു. വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമിക്കാൻ വേണ്ടിയാണ് അമേരിക്ക ഇത് പ്ലാൻ ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഇസ്രായേലിലെ ബെൻഗൂരിയൻ എയർപോർട്ടുമായിട്ട് ബന്ധപ്പെട്ടൊരു വിഷയം ഉണ്ടായിരുന്നു. ബെൻഗൂരിയൻ എയർപോർട്ടിൽ അമേരിക്കയുടെ യുദ്ധവിമാനങ്ങളൊക്കെ ഇറക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ അഭിപ്രായ വ്യത്യാസം ഇസ്രായേലും അമേരിക്കയും തമ്മിൽ ഉണ്ടായിട്ടുണ്ട്. എങ്കിൽ പോലും ഇസ്രായേൽ അത് ക്ഷമിച്ചതാണ്. അതിനുള്ള കാര്യം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ അമേരിക്കയുമായിട്ട് കൊമ്പ് കോർക്കുന്നത് ഉചിതമല്ല. ലോകത്ത് തങ്ങളെ പിന്തുണക്കുന്ന ഒരേ ഒരു രാജ്യമേ ഉള്ളൂ എന്നതിനാൽ അവരുമായിട്ട് സഹകരിച്ചു പോകുന്നതാണ് ഉചിതം എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് ചെയ്തത്. പിന്നെ ഇപ്പോൾ രണ്ടാമത്തെ ഘട്ടത്തിൽ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് അമേരിക്കയുടെ ആയുധങ്ങൾ കടത്തുന്നു. അതോടൊപ്പം തന്നെ ജോർദാൻ ഇപ്പോൾ സാധാരണ മുമ്പത്തെ നിന്ന് വ്യത്യസ്തമായി ഇപ്പോൾ അമേരിക്ക ചെയ്യുന്ന പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഏതേത് രാജ്യത്താണോ ആ രാജ്യം സമാധാന ആവശ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ യാത്രാ സൗകര്യത്തിന് വേണ്ടിയൊക്കെ നിർമ്മിച്ച വിമാനത്തിൻ്റെ ഭാഗത്താണ് ഇപ്പോൾ അമേരിക്ക അവരുടെ ആയുധങ്ങൾ ശേഖരിക്കുന്നത് എന്നുള്ളതാണ്. ഇത് ഒരു അപകട സൂചനയാണ്. ഇത് അറേബ്യൻ രാജ്യങ്ങൾ തന്നെ അമേരിക്കയോട് പറയുകയും ചെയ്തിട്ടുണ്ട്, ഇത്തരം പ്രവൃത്തിയിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കണം, ഇത് തങ്ങളുടെ ഒരു അഭിമാന വിഷയമാണ്, ആയതിനാൽ ഇത് ഉചിതമായിരിക്കുന്ന കാര്യമല്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞ കാര്യമൊന്നും ഇപ്പോൾ അമേരിക്ക അങ്ങനെ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് സ്വീകരിക്കില്ല എന്നുള്ളത് ഉറപ്പാണല്ലോ. ഏതായിരുന്നാലും വലിയ പ്രതിസന്ധിയിൽ ജോർദാനുണ്ട്. ജോർദാൻ രാജാവ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. കാര്യമെന്ന് പറയുന്നത് ഇതിന് മുൻപ് തന്നെ ഇറാനുമായിട്ടൊരു വലിയ വിഷയം ഉണ്ടായിരുന്നു. അത് ഇസ്രായേലിനെ ആദ്യമായിട്ട് ഇറാൻ ആക്രമിച്ചത് 300ഓളം മിസൈലിൽ 100 മിസൈൽ ജോർദാൻ്റെ അതിർത്തി കേന്ദ്രീകരിച്ചുകൊണ്ട് തകർക്കപ്പെട്ടിട്ടുണ്ട്. അതിന് അവസരം നൽകിയത് പ്രവൃത്തി ചെയ്തത് ബ്രിട്ടനും അമേരിക്കയുമാണ്. അതിനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുത്തത് ജോർദാനാണ്. അപ്പോൾ അതോടനുബന്ധിച്ച് തന്നെ ഇറാൻ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, തങ്ങൾ ഏത് ലക്ഷ്യത്തിലേക്കാണോ ഒരു ആക്രമണം നടത്തുന്നത് അതിന് മധ്യേ
അതിനെ ആര് പ്രതിരോധിച്ചാലും ആ പ്രതിരോധിക്കുന്ന രാജ്യം ഞങ്ങളുടെ ശത്രു രാജ്യമായിട്ട് കണ്ടുകൊണ്ട് അവർക്ക് നേരെ ആക്രമണം നടത്തും. ഇത് അന്ന് ജോർദാന് വലിയ ഭയം ഉണ്ടാവുകയും ജോർദാൻ്റെ വിദേശകാര്യമന്ത്രി 3 പ്രാവശ്യമെങ്കിലും ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഇറാനിലെത്തുകയും ചെയ്തിട്ടുണ്ട്. ഇറാൻ അത് വേണ്ട രീതിയിൽ അവരുമായിട്ട് സംസാരിക്കാൻ വേണ്ടി അവസരം നൽകിയിട്ടില്ല എന്നൊരു പരാതി പിന്നീട് ഈ ജോർദാൻ്റെ വിദേശകാര്യമന്ത്രി പറയുകയും ചെയ്തു. അങ്ങനെ ഒരു കലുഷിതമായിരിക്കുന്ന ഒരു അന്തരീക്ഷത്തിലൂടെയാണ് കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളത് കൃത്യമാണ്. അപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏതെങ്കിലും തരത്തിൽ ഈ ഒരു യുദ്ധത്തിൽ ജയിക്കണം എന്ന് താല്പര്യമുണ്ട്. ജയിക്കേണ്ടത് എങ്ങനെയെന്നതിനെക്കുറിച്ച് അവർക്ക് പറയാൻ വേണ്ടി സാധിക്കുന്നില്ല. അവർ കുടുങ്ങിയിരിക്കുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. 10ാമത്തെ ദിവസം അക്രമം നടത്തി എന്ന് പറഞ്ഞാൽ ഇന്ന് 6 പേർക്ക് പരിക്കേറ്റ വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. മരണകാര്യങ്ങൾ സ്ഥിരീകരിച്ചിട്ടില്ല. മാത്രമല്ല ഇതിനൊന്നും ഒരു ഔദ്യോഗികപരമായിരിക്കുന്ന ഒരു സ്ഥിരീകരണ വിവരങ്ങൾ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മിസൈൽ ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ട് സാധാരണ ഉണ്ടാവാറുമില്ല. ഇതിനെല്ലാം അതിജീവിച്ച് കൊണ്ടുവേണം യഥാർത്ഥത്തിൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തിരിച്ചടി നൽകാൻ. അത് അവർ നൽകുന്നുണ്ട് എന്നുള്ളതാണ്. ഒരു മേഖലയും സുരക്ഷിതമല്ല, പ്രതിരോധ സംവിധാനം സുരക്ഷിതമല്ല, തിരിച്ച് ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃത്യമായിരിക്കുന്ന ലക്ഷ്യം കാണുന്നില്ല. ജനനിബിഡമായിരിക്കുന്ന പ്രദേശത്തോ മേഖലയോ കേന്ദ്രീകരിച്ചുകൊണ്ട് ഏത് തരത്തിലുള്ള ആക്രമണം അമേരിക്കയുടെ ഭാഗത്ത് നടത്തിയാലും സമാനമായിരിക്കുന്ന തിരിച്ചടി ഉണ്ടാകും. അമേരിക്കയുടെ വ്യത്യസ്തമായിരിക്കുന്ന മേഖലയിലുള്ള സൈനിക ബേസുകളെല്ലാം, രഹസ്യ സൈനിക ബേസുകളെല്ലാം തങ്ങളുടെ നിരീക്ഷണത്തിലാണ്. അത് കേന്ദ്രീകരിച്ചുകൊണ്ട് തങ്ങൾ ആക്രമിക്കുന്ന എന്ന് പറഞ്ഞ സമയത്ത് അത് അമേരിക്കയ്ക്ക് വലിയ ഭയമുള്ള കാര്യമാണ്. പബ്ലിക്കിനോട് പറയപ്പെട്ട ഒരുപാട് സൈനിക ബേസ് ഉണ്ട്. അതല്ലാത്ത രീതിയിൽ വളരെ രഹസ്യമായിരിക്കുന്ന അണ്ടർഗ്രൗണ്ടിൽ ഭൂമിയുടെ തുരക്കം ഉണ്ടാക്കിയിട്ട് അവിടെ സംരക്ഷണ ഭിത്തി ഒരുക്കുന്ന തരത്തിലുള്ള ബേസുകളെല്ലാം യഥാർത്ഥത്തിൽ അമേരിക്കക്കുണ്ട്. അമേരിക്ക പല ഘട്ടത്തിൽ അത് രഹസ്യമായി വെക്കുന്നു, അവർ പറയാതിരിക്കുന്നു. അതിനെ എന്ത് ചെയ്തിട്ടുണ്ട്? സാറ്റലൈറ്റ് ചിത്രങ്ങളുടെ സഹിതമൊക്കെ അല്ലെങ്കിൽ റഡാർ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇറാൻ കണ്ടെത്തുകയും അതിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമണം നടത്തുകയും ചെയ്തു. ഇത് യഥാർത്ഥത്തിൽ അമേരിക്കയ്ക്ക് വലിയ ഭയമുള്ള കാര്യമാണ്. അതിനെ എങ്ങനെ അതിജീവിക്കണം എന്നതിനെക്കുറിച്ച് പോലും ഒരു കൃത്യമായിരിക്കുന്ന വിവരം നൽകാൻ വേണ്ടിയിട്ട് അമേരിക്കയ്ക്ക് സാധിക്കുന്നില്ല. ഇപ്പോഴത്തെ സ്ഥിതി കാര്യങ്ങൾ എന്ന് പറയുന്നത് യുദ്ധം ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി സാധിക്കുമോ എന്ന കാര്യത്തിൽ വലിയ സംശയമാണ്. മാത്രമല്ല, ഇന്നലെ ഒരു അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അമേരിക്കയുടെ സൈനികർ നിരന്തരം കൊല്ലപ്പെടുന്നത് രാജ്യത്തിൻ്റെ അകത്ത്, അമേരിക്കക്കകത്ത് വലിയ രീതിയിൽ പ്രതിഷേധം ഭരണപക്ഷവും പ്രതിപക്ഷവും ഉണ്ടാക്കുന്നു. കാര്യം എന്ന് പറഞ്ഞാൽ അനാവശ്യമായിരിക്കുന്ന ഒരു യുദ്ധത്തിലേക്ക് രാജ്യത്തെ വലിച്ചയച്ചുകൊണ്ട് നമ്മുടെ സാധാരണക്കാരായിരിക്കുന്ന സൈനികരെ കൂട്ടക്കൊല നടത്തുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ ഉചിതമായിരിക്കുന്ന കാര്യങ്ങളൊന്നുമല്ല. ഇപ്പോൾ പുറത്ത് പറയുന്ന വിവരത്തിനേക്കാൾ കൂടുതൽ അകത്ത് സംഭവങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അഥവാ 10 പേരെങ്കിലും കൊലപ്പെടുത്തി കഴിഞ്ഞാൽ മരണപ്പെട്ട് കഴിഞ്ഞാൽ 1ഓ 2ഓ മാത്രമാണ് സാധാരണ ഇത് പ്രസിദ്ധീകരിക്കാറുള്ളത്. എന്നാൽ അതിന് വിപരീതമായ രീതിയിൽ അമേരിക്കക്കകത്ത് വലിയ പ്രതിഷേധം ഉണ്ടാകുന്നു. ഏതെല്ലാം മേഖലയിൽ സൈനികർ ആരൊക്കെയാണ് വിന്യസിക്കപ്പെട്ടത്, എവിടേക്കാണ് അവരുള്ളത്, അവരുടെ നിത്യേന എന്ന തരത്തിൽ അവരുമായിട്ട് ബന്ധപ്പെടാനുള്ള ഒരു സംവിധാനം ഒരുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ പല സൈനികരും കൊല്ലപ്പെട്ട് 1 മാസം അല്ലെ 15 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഒരു കുടുംബം പോലും അറിയുന്നത്. കുടുംബത്തോട് പോലും അറിയിക്കുന്നില്ല എന്നുള്ളതാണ്. മരിച്ചതും പറയുന്നില്ല. മരിച്ചത് പറയണമെങ്കിൽ അത് ആക്രമണം നടത്തിയ ഇറാൻ അത് പറയണം, ഞങ്ങൾ ഇത്ര പേരെ കൊലപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് വീഡിയോ സഹിതം തെളിവ് സഹിതം പറയുന്ന സമയത്ത് മാത്രമാണ് ആ കാര്യത്തെക്കുറിച്ചിട്ട് ലേശമെങ്കിലും അമേരിക്ക തന്നെ ചിന്തിക്കാറുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ മൊത്തത്തിലുള്ള പ്രശ്നം എന്ന് പറയുന്നത് അവിടെ സൈനികരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സുരക്ഷ വലിയ പ്രശ്നമാണ്. സുരക്ഷിതമില്ലാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അവരുടെ ടാങ്കുകളും യുദ്ധവിമാനങ്ങളും അടക്കമുള്ള വലിയ സംവിധാന കാര്യങ്ങൾക്കൊന്നും അവരുടെ കൃത്യമായിരിക്കുന്ന ലക്ഷ്യം കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല. അങ്ങനെ പോകുന്നു അതിൻ്റെ വിഷയകാര്യങ്ങൾ. ഇതൊരു ഏകപക്ഷീയമായിരിക്കുന്ന വ്യക്തി യുദ്ധമായിട്ട്, ഏകാധിപത്യ യുദ്ധമായിട്ട് മാറിയിരിക്കുന്നു. അമേരിക്കയുടെ ഈ ജനാധിപത്യ രാഷ്ട്രീയത്തെ പറ്റി പറയുന്നത് തന്നെ ഇങ്ങനെയാണ്. ജനാധിപത്യ സംവിധാനം ഏറ്റവും കൂടുതലുള്ള ഒരു രാജ്യങ്ങളിലെ ഒന്നാണ് അമേരിക്ക എന്ന് പറയുന്നത്. അപ്പോൾ തിരഞ്ഞെടുക്കുന്നത് വരെ ജനാധിപത്യ സംവിധാനം, തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ പിന്നീട് ഏകാധിപത്യ സംവിധാനം. എല്ലാ അമേരിക്കൻ പ്രസിഡന്റുമാരും ഏകാധിപതികളെ പോലെയാണ് പെരുമാറിയതും ഇടപെട്ടതും ഓരോരോ പ്രശ്നത്തിൽ കൈകാര്യം ചെയ്യുന്നതൊക്കെ നോക്കിയാൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അത് രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ രാജ്യത്ത് തിരഞ്ഞെടുക്കപ്പെട്ട പാർലമെൻറ്റ് അംഗങ്ങളുടെ തീരുമാനപ്രകാരം പാർലമെൻറ്റ് പ്രമേയം പാസ്സാക്കി അത് ഭൂരിപക്ഷം പ്രകാരം അംഗീകരിച്ച് അങ്ങനെയൊന്നുമല്ല. അങ്ങനെ നടത്തിയിരിക്കുന്ന യുദ്ധം വെച്ചാൽ ഇറാഖാണ്. ഇറാഖിനെതിരെ അമേരിക്ക നടത്തിയ യുദ്ധത്തിൽ ഈ പറയപ്പെട്ട കണ്ടീഷനൊക്കെ കൃത്യമായിരുന്നു. 31ഓളം രാജ്യങ്ങൾ ആ യുദ്ധത്തിൽ പങ്കാളിത്തം വഹിച്ചത്. യൂറോപ്യൻ രാജ്യങ്ങൾ അത്ര മൊത്തത്തിലുണ്ടായിരുന്നു. ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് 8 കൊല്ലത്തോളം ഇറാഖുമായിട്ട് യുദ്ധം ചെയ്തു ഇറാൻ. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം. അപ്പോൾ കൃത്യമായിരിക്കുന്ന ശത്രുവാണ്. 10 ലക്ഷത്തോളം ആൾക്കാർ കൊല്ലപ്പെട്ട യുദ്ധമാണത്. ആ യുദ്ധത്തിൽ വലിയ നാശനഷ്ടം ഇറാൻ ഉണ്ടായിട്ട് പോലും
അമേരിക്കയോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് ഇറാഖ് എന്ന് പറഞ്ഞ ശത്രു രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടി തങ്ങൾ തയ്യാറല്ല എന്ന് പറഞ്ഞൊരു രാജ്യത്തിൻ്റെ പേരാണ് ഇറാൻ. അവസരം കിട്ടുന്ന സമയത്ത് അത് ഉപയോഗപ്പെടുത്തുന്നതിന് പകരം തങ്ങൾ ഇറാഖിനേക്കാളും വലിയ ശത്രുവായിട്ട് കാണുന്നത് അമേരിക്കയും ഇസ്രായേലിനെയുമാണ്, അവർക്കെതിരാണ് തങ്ങളുടെ യുദ്ധം, അല്ലാതെ ഇതൊരു യുദ്ധമായിട്ട് അംഗീകരിക്കില്ല എന്ന് തുറന്ന് പറഞ്ഞു എന്നുള്ളതും വലിയ പ്രത്യേകതയാണ്. ഏതായാലും വരാൻ പോകുന്ന ദിവസങ്ങൾ ശാന്തമായിരിക്കുന്ന ഒരു ദിവസമാവട്ടെ, യുദ്ധവിരാമം ഉണ്ടാവട്ടെ എന്ന് നമ്മൾക്ക് ആശ്വസിക്കാം. നമുക്കങ്ങനെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം.